റഹ്മാനിക്ക, നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് പ്രശസ്ത സംവിധായകൻ നമ്മുടെ ആലപ്പി അഷ്റഫിക്കയുടെ ഏറ്റവും പുതിയ സിനിമയായ അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം എന്ന സിനിമയെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ തലയിരിക്കുമ്പോൾ വാലാടണ്ടെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇക്ക തന്നെ തുടങ്ങിക്കോളെ, എന്താണ് കാര്യങ്ങൾ, വിശേഷങ്ങൾ? അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം ആലപ്പി അഷ്റഫിൻ്റെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമുള്ള അതെ അതെ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അദ്ദേഹം പ്രൂവ് ചെയ്ത ഡയറക്ടറാണ്. നല്ല പടങ്ങൾ. അതെ അതെ, ഒരുപാട് ഒത്തിരി നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പരിചയമുള്ള പ്രണയം. എനിക്ക് തീരെ പരിചയമില്ലാത്തത്. സാധാരണ നല്ല പ്രണയമൊന്നും എനിക്ക് പ്രണയം അങ്ങനെയാണോ? ഇതായിരിക്കും നല്ലത്. നമ്മളൊക്കെ ന്യൂജൻ, അതുകൊണ്ടാവും. എന്തായാലും ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ ആ പ്രണയം ഏറ്റെടുക്കണം. അത് കറക്റ്റ്. അങ്ങനെയാണ് ഈ പടം വിജയിച്ചത്. അന്നത്തെ ആ ഒരു പ്രണയത്തിന് ഒരു സത്യസന്ധതയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ എല്ലാം മോശമല്ല, ചിലതൊക്കെ അല്ല, മാക്സിമം ഒരു 90% മോശമാണെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ ആവാം. അടിയന്തരാവസ്ഥ കാലത്തെ ഒരു അനുരാഗം ആ ടൈറ്റിൽ തന്നെയുണ്ട്. പ്രണയവും വരുന്നുണ്ട് എന്ന ആ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ ചിത്രമാണ്. അല്ല, അത് ഈ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ ഇപ്പോഴത്തെ ഈ മൊബൈലോ അല്ലെങ്കിൽ ഈ വാട്സപ്പ് TV ഇല്ല, കമ്പ്യൂട്ടറൊന്നുമില്ല. വളരെ അപൂർവമായിട്ടാണ് കാമുകനും കാമുകയും നമ്മൾ കാണുന്നത് തന്നെ അന്നൊക്കെ. അതെ 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 അതെ. ലെറ്റർ എഴുതി പ്രണയിച്ചിട്ടുണ്ടോ? പിന്നെ കൊച്ചു കള്ള കത്ത് കാത്തിരിക്കുന്ന പോസ്റ്റ്മാനെ കാത്തിരിക്കുന്ന കാലമുണ്ട്. പിന്നെ ഇത് ഫോൺ കോൾ എന്നൊക്കെ പറഞ്ഞ് മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഇല്ല ചിലപ്പോൾ ട്രങ്ക് ബുക്ക് ചെയ്യേണ്ടി വരും. അതെ കറക്റ്റ്. അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ കാണാത്ത രീതിയിൽ ഫോൺ എടുക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മൾ ഇന്ന ദിവസം കാണുമെന്ന് പറഞ്ഞാൽ ആ ദിവസം വരെ വെയിറ്റ് ചെയ്യാന്നുള്ളൂ. വന്നല്ല, വരും ഉറപ്പാണ്. അതന്ന് ഇന്ന് നിങ്ങൾ വിരൽത്തുമ്പിലുള്ള അതെ വിരൽത്തുമ്പിലാണ് ലോകം. അപ്പോൾ ഇന്നത് പ്രശ്നമല്ല. അപ്പോൾ നമ്മുടെ ആ ഒരു സിനിമയുടെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പീരിയൻസും ഇല്ല. എൻ്റെ ഫസ്റ്റ് സിനിമ കൂടെയാണ്. ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ഞാൻ ആക്ച്വലി ഒരു പാട്ടുകാരനാണ്. അപ്പം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇക്കാക്ക് എങ്ങനെയായിരുന്നു? ഈ ഒരു അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം എന്നുള്ള സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഇക്കാക്ക് എങ്ങനെയായിരുന്നു? ഇക്കാക്ക് ഇതൊക്കെ എല്ലാം അറിയാം. കാരണം വെച്ചാൽ പണ്ട് എഴുത്ത് കൊടുത്ത് ഒരാഴ്ച കാണാൻ അല്ലെങ്കിൽ ഒരു മാസം കാണാൻ കാത്തിരിക്കുന്നത്, അങ്ങനെ കുറേ ഇത് ഉണ്ട്. അതിൽ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം. വീട്ടിൽ പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അതല്ലേ പറഞ്ഞേ ഈ സിനിമയുടെ അതെ അല്ല, ഈ സിനിമയുടെ എന്ന് വെച്ചാൽ നമ്മളൊരു ടോട്ടലി ലൊക്കേഷനിൽ ഞാൻ നിൽക്കണില്ല. എൻ്റെ ഭാഗം വന്ന് നായികയുടെ അച്ഛനായിട്ടാണല്ലോ, നായകൻ്റെ അച്ഛൻ. അപ്പം എൻ്റെ ഒരു ഏരിയയിലെ ഞാൻ നിൽക്കണുള്ളൂ. എന്തെങ്കിലും കൂടുതൽ നിന്ന ആള് അതെ. അപ്പോൾ കൂടുതൽ പറയാൻ പറ്റില്ല ഇല്ല. എൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രൊഫഷണൽ ഒരു ഗായകനാണ്. ഒരു 10-25 വർഷമായിട്ട് പാട്ടിലാണ് ഞാൻ. അപ്പം ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം പോകുന്ന സമയത്താണ് ആലപ്പി അഷ്റഫൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, ഇതുപോലെ ഞാനൊരു പുതിയ പടം ചെയ്യുന്നുണ്ട്, അതിൽ ഇതുപോലെ ജീസസിൻ്റെ ഗെറ്റപ്പിലൊരു ഇതുണ്ട്, അതിൽ ഈ നായകൻ്റെ അച്ഛനായിട്ടുള്ളൊരു റോളാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ ഇപ്പോൾ ചോദിച്ചു, എൻ്റെ താടി മുടിയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അമ്മ ഓൾറെഡി എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്താണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ആലപ്പി അഷ്റഫൊക്കെ പോലെ ഒരാളൊക്കെ നമ്മൾ വിളിക്കുമ്പം ഓൾറെഡി താല്പര്യമുണ്ട്, ഇത് കുറച്ചുകൂടെ ഒരു എന്താണ് നീ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം പറഞ്ഞു ശരി, നേരിട്ട് വന്നൊന്ന് കാണുക എന്നുള്ളത്. പക്ഷേ ഫിലിമിൽ അഭിനയിക്കാൻ വരുന്ന ആദ്യത്തെ ദിവസം മുതൽ ഞാൻ അവിടെ നിന്ന് പിരിയുന്നത് വരെ എനിക്ക് നല്ല പേടിയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗാനമേള സ്റ്റേജ് ആണെങ്കിൽ ഓക്കെ, നമുക്കതൊരു ഇപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആയി, നമുക്ക് വിഷയമല്ല. പക്ഷേ ഒരു ഫിലിം, ക്യാമറ, എന്തോ മൊത്തത്തിൽ ഒരു എന്തു പറയാ, ശാന്തൻ മാത്രമല്ല, പുള്ളി ഉദ്ദേശിക്കുന്നത് അത് അഭിനയിച്ച് തീരുന്നതുവരെ അഭിനയിപ്പിച്ചിട്ടേ വിട്ടിട്ടുള്ളൂ. അത് പുള്ളിയുടെ അടുത്തുള്ളൊരു, അതിന് എത്ര ഇതായാലും ശരി, അത് പുള്ളി അങ്ങനെ ഒരു രക്ഷപ്പെടുന്നുണ്ട്. അത് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ആ ഒരു ഇതുണ്ട്. പക്ഷേ മൊത്തത്തിൽ നല്ല പാട്ടുകൾ എന്ന് വെച്ചാൽ ആലപ്പി അഷ്റഫ് എന്നുള്ളൊരു പരിചയസമ്പന്നനായ ഒരു ഡയറക്ടറുടെ ഒരു കയ്യൊപ്പ് ചാർത്തിയ ഒരു കഴിഞ്ഞ സിനിമകളിൽ നല്ല പാട്ടുകൾ. ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതും അതൊക്കെയാണ്. 3 സംഗീത സംവിധായകർ, 3 പാട്ട്, അത് 3 സംഗീത സംവിധായകരെ കൊണ്ട് ചെയ്യിക്കുക, അതൊക്കെ എന്ന് വെച്ചാൽ ഒരു പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാം
ദാസേട്ടൻ, ശരി. ശ്രേയ ഘോഷാൽ, ശ്വേത. അപ്പം ഒരുപാട് കാലഘട്ടം മാറുന്നു. അപ്പോൾ ഇതിനനുസരിച്ച് അത്രയും ടെക്നിക്കൽ വൈസും ഈ സിനിമ എത്രത്തോളം മുന്നെടുക്കുന്നുണ്ട്? അങ്ങനെ ടെക്നിക്കൽ വൈസും അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ ഇത്. ടെക്നിക്കൽ വൈസ് എനിക്ക് തോന്നുന്നു അഷ്റഫിനൊക്കെ ഭയങ്കര ചേഞ്ച് ആയിരിക്കും. അന്ന് ഫിലിമിൻ്റെ കാലഘട്ടം. അതെ, എനിക്കൊന്ന് അദ്ദേഹം ഡിജിറ്റൽ ആദ്യം ചെയ്യണമെന്ന് സംശയമുണ്ട് കേട്ടോ. അതെ അതെ അതെ, അതും ഡിജിറ്റൽ അതും ശരിയാണ്, പുള്ളി ചെയ്യുന്ന അതും ശരിയാണ്. അത് മാത്രമല്ല പുള്ളി സമയത്തുള്ള ഭയങ്കര എക്സ്പീരിയൻസ്. അതെ, അത് മാത്രമല്ല ഒത്തിരി പെയിനും സ്ട്രെയിനും ചെയ്തിട്ടുള്ളൊരു ഫിലിം ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഫൈറ്റ് ഉണ്ട്. അതിലുപരി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി, അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഒരു 70-75 കാലഘട്ടമാണ് പറയുന്നത്. അപ്പം അതെ, കറക്റ്റ്. അതിന് പറ്റിയ ലൊക്കേഷൻ കണ്ടെത്തിയ പക്കം. അതിൽ എൻ്റെ ഒരു വീട് തന്നെ അത് ഫുൾ സെറ്റാണ്. അതായത് ഫുൾ ചെയ്ത് വീട് സെറ്റ് പോലും അല്ല, ഫുൾ വീടായിട്ട് തന്നെ ചെയ്തിട്ടാണ് ആ ഒരു വീട് സെറ്റ്. അതെ കറക്റ്റ്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു 99-2000 മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. അതായത് നമ്മുടെ സുരാജ് ഏട്ടൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. അതിനുശേഷം ഒരു 2002 2003 എന്ന് എനിക്കറിയില്ല, അത് ഒരു 2-3 വർഷം, ഒരു 3-4 വർഷം മിമിക്സിൽ നിന്നു. സ്റ്റേറ്റ് വിന്നറായിരുന്നു 2 വർഷം തുടർച്ചയായിട്ട്. അതിനുശേഷം പിന്നെ അന്നും പാടുമായിരുന്നു, ഇന്നും പാടും. പിന്നെ പാട്ട് മാത്രം മതി എന്നുള്ളൊരു രീതിയിലോട്ട് വന്നു. പിന്നെ പാട്ട് തന്നെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഒരു കുറേ വർഷങ്ങളായിട്ട് 10-20 വർഷം കണ്ടിന്യൂസ് ആയിട്ട് സിനിമയിൽ പാട്ട് പാടി വരും. അല്ല, സിനിമയിൽ അതൊരു ഗായകൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആകുമ്പോൾ എന്തായാലും ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കുക എന്നുള്ളത് ഒരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു ആഗ്രഹമാണ്. അതുപോലെ ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹമാണ്. ഇതെല്ലാം തലവരെയും കൂടെ വേണ്ടേക്ക, അതല്ലേ കറക്റ്റ്? അതെ, നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പഠിച്ചത് ട്രാവൽ ആൻഡ് ടൂറിസം ട്രാവൽ മാനേജ്മെൻറ്റാണ്. ഞാൻ ചെയ്യുന്ന ജോലി അമ്പലത്തിൽ പാട്ട് പാടലാണ് എൻ്റെ ജോലി. അപ്പോൾ ഞാൻ പഠിച്ചതോ ഞാൻ ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാം തലവിധി. ഇതെൻ്റെ മാതാപിതാക്കൾ ജനിപ്പിച്ചതിൻ്റെ ലേറ്റായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയല്ലേ? കുറച്ചുകൂടെ നേരത്തെ തമാശ പറഞ്ഞാണേ, ചുമ്മാ അങ്ങനെയല്ല. ഞാൻ ഒരു വലിയൊരു ഹൈ ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത് ഫാമിലി ഉള്ളൊരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു ഫാമിലിയല്ല. ഞാൻ പഠിച്ചതും ഞാൻ സമ്പാദിച്ചതും നഷ്ടപ്പെടുത്തിയതും ഒക്കെ ഈ കലാപരമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് തന്നെയാണ്. പാട്ട്, മിമിക്രിയൊക്കെ ആയിരുന്നു ആദ്യകാലം. അപ്പോൾ പിന്നെ നമുക്കിപ്പം ഹോർലിക്സും ബൂസ്റ്റും കുടിച്ചല്ല വളർന്നത്, കഞ്ഞിയൊക്കെ കുടിച്ച് വളർന്നൊരു ഫാമിലിയിലുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലേ? ഞാൻ പഠിച്ചത് ഞാൻ പഠിക്കുന്ന സമയത്ത് ആരും എന്നെ സഹായിച്ചിട്ടില്ല, ഇപ്പോഴും ആരും സഹായിക്കുന്നില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ കാലമുണ്ട് ദാസ എന്ന് പറയും പോലെ, അതിൻ്റേതായ സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വന്നുപെട്ടു. പെട്ടെന്നൊരു ലക്കി ചാൻസ് പോലെ അഷ്റഫൊക്കെ വിളിച്ചു, വന്നു, അഭിനയിച്ചു. ഒരുപാട് സിനിമകളിൽ നമ്മൾ കാണുന്നത് ഉണ്ടാവും. ചേട്ടൻ്റെ കഥാപാത്രങ്ങൾ എപ്പോഴും ചെറുതായിരിക്കും, പക്ഷേ എന്നാൽ ആളുകൾ എപ്പോഴും നോട്ടമുള്ള ഒരു കഥാപാത്രം. തീർച്ചയായിട്ടും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരു ലീഡ് റോൾ വലിയ വേഷം ചെയ്ത് ഒരുപാട് കുഴപ്പമുണ്ട്. പക്ഷേ പ്രേക്ഷകർ സ്വീകരിക്കാത്ത എൻ്റെ കുഴപ്പം കൊണ്ടല്ല പടത്തിൻ്റെ. കാരണം ഞാൻ സെൻട്രൽ ക്യാരക്ടർ അല്ലാതെ തന്നെ വലിയ വേഷങ്ങൾ ചെയ്ത് ഒരുപാട് പടങ്ങളുണ്ട്. അപ്പോൾ അത് ഹിറ്റാകാത്തതിൻ്റെ കുഴപ്പമാണ് ആ പടങ്ങൾ. അതിൽ കാര്യമില്ല. എൻ്റെ കുഴപ്പം കൊണ്ടല്ല ആ പടം ഓടാത്ത. കാരണം നായകനല്ല സിനിമയിൽ. അത് വേറെ പല വശങ്ങളുണ്ട്. ടെക്നിക്കൽ വശങ്ങളുണ്ടാകാം, സബ്ജക്റ്റിൻ്റെ ബേസിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം ജനങ്ങളിലോട്ടെത്താൻ. അപ്പോൾ അങ്ങനെ എത്താത്ത കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നമുക്ക് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും അഭിനയിച്ച കഥാപാത്രങ്ങളല്ല എപ്പോഴും മനസ്സിലോട് നമ്മുടെ ചേട്ടൻ ചില കഥാപാത്രങ്ങളുണ്ടാവുമല്ലോ. ചേട്ടൻ എപ്പോഴും റിലേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും എപ്പോഴും ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിങ്ങിയ ഒരു കഥാപാത്രം നോക്കുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും? എൻ്റെ സെക്കൻഡ് ഫിലിം തന്നെ നല്ല ക്യാരക്ടർ ജാലകം ഹരികുമാറിൻ്റെ. അത് അന്നാ തിയേറ്ററിൽ ഓടി പടം അശോകൻ നായകനായിട്ടുള്ളത്. ഇപ്പം കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു പടം ഇപ്പോൾ കമ്മിറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ്, അതിലെ ആ ഫീലിംഗ്. ഞാൻ ഗ്യാപ്പിന് ശേഷമല്ല, ഞാനിവിടെ ഉണ്ട് 10-30. അതെ, കറക്റ്റ്. എനിക്കിങ്ങനെ പടങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ചോദിക്കാൻ കാരണം വെച്ചാൽ ഈ ചിലപ്പോൾ ഞാനിപ്പോൾ ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 ഹിറ്റ് പടത്തിൽ ഈ അടുത്ത് ഞാൻ വന്നിട്ടില്ല. അതാണ് സംഭവം. 1 ഹിറ്റ് പടത്തിൽ വരുമ്പോഴും നിങ്ങളെപ്പോലുള്ളവർ ഈ പറഞ്ഞോട്ട് കാണുമ്പോൾ തോന്നുള്ളൂ. പടങ്ങൾ എനിക്കുണ്ട്. ഇപ്പോഴും എനിക്ക് റിലീസാകാൻ 5 പടമുണ്ട്.
ഞങ്ങൾ കമ്മിറ്റ് ചെയ്ത 3 പടമുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഏത് പടം ഏക്കും ഏത് പടം ഏക്കൂല എന്ന് പറയാൻ പറ്റില്ല. കറക്റ്റ്. ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ ചെയ്യുന്ന സിനിമ, നമ്മൾ ചെയ്യുന്ന വർക്ക് എപ്പോഴും നന്നാകണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്നെ പോലെയല്ല, സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും നമ്മൾ എന്ത് ജോലി എടുത്താലും ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് നമ്മളല്ല തീരുമാനിക്കണേ. തിയേറ്ററിൽ വന്നം, പ്രേക്ഷകരത് ഏറ്റെടുക്കണം. അങ്ങനെ ഇപ്പം തന്നെ മലയാളത്തിൽ ഈ കഴിഞ്ഞ മാസങ്ങളിലായി എത്രയോ സിനിമ, 100 കണക്കിന് സിനിമ ഇറങ്ങി. എത്ര പടം ഓടി? വളരെ കുറച്ച് പടങ്ങളുള്ളൂ. അപ്പോൾ അതാണ് പ്രശ്നം. അതൊന്നും നമുക്ക് ഈ കാര്യങ്ങളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സിനിമ ഒരു വൻ വിജയമാകട്ടെ അല്ലേ? അതെ, അത് മാത്രം. അതാണ് പ്രാർത്ഥനയും കാത്തിരിപ്പും. സിനിമ എന്ന് പറയുന്നത് ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൻ്റെ കൂട്ടായ്മയാണ്. അതായത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. പക്ഷേ ഈ പറഞ്ഞ ചേട്ടൻ ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോൾ ആ കുറേ സിനിമകൾ വാട്ടർ ഔട്ട് ആയി പോകാം. 1-2 സിനിമകൾ മാത്രമേ ആളുകളൊന്നും ഓർത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. ഇത് നമ്മൾ പണ്ടത്തെ സിനിമകൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോഴും നമ്മുടെ അതിനൊരു കഥ പറഞ്ഞാൽ ബാക്കി എന്താണെന്നുള്ള ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ നല്ല സിനിമ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ അടുത്തിപ്പോൾ ഇന്നലെ മിനിയാന്നിട്ടാണ് പാലിമി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനു മുമ്പ് ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. 1 മാസത്തേക്കുള്ളേ ഓടുന്നു. അപ്പോൾ ആ പടം വലിയൊരു സബ്ജക്റ്റ് ബേസിൽ ഭയങ്കര ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ അത്യാവശ്യത്തിന് ഹ്യൂമറുണ്ട്, ഭയങ്കര നാച്ചുറൽ ആക്ടിങ് ആണ്, മേക്കിങ് ഭയങ്കര ഫാസ്റ്റാണ്, ലാഗില്ല. അങ്ങനെയുള്ള സിനിമകൾ വന്ന് ഏറ്റെടുക്കും. ഇപ്പം മമ്മൂക്കയുടെ 2 പടം ഇട്ടല്ലേ, കണ്ണൂർ സ്കോഡും കാതലും. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റാർ വേണം. എന്നാൽ തന്നെ നന്നായിട്ട് കഥ പറഞ്ഞ് കഥ ജനങ്ങളിലോട്ട് എത്തിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഏറ്റെടുക്കും. ചേട്ടാ, ഈ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ ഈ സിനിമ ഒരു പഴയ ഒരു കാലഘട്ടം അതിൻ്റെ പ്രണയം ഇതൊക്കെയാണെന്ന് പറയുന്നത് എല്ലാ സിനിമയ്ക്കും ഒരു സോൾ ഉണ്ടാവും. അപ്പോൾ പ്രേക്ഷകർ ഇത് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സോൾ ഉണ്ടാവും. എന്താണ് ഈ സിനിമയിൽ ഒരു സോൾ എന്താണ്? ഇതിൽ പേരിൽ തന്നെ ഉണ്ടല്ലോ എന്താണെന്നുള്ളത്. അടിയന്തരാവസ്ഥക്കാലത്ത് അനുരാഗം. 70s പ്രണയമാണ്. പ്രണയത്തിന് അങ്ങനെ കാലം സമയമൊന്നുമില്ല. ഏത് കാലത്തും പ്രണയിക്കുക. ലോക അവസാനം വരെ ഉണ്ടാവും ഈ സംഭവം. അതിന് പ്രത്യേക ഏജ് ബാറും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട പ്രണയ സിനിമകൾ നമ്മൾ തിരിച്ച് ഫ്ലാഷ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരവധി ഹിറ്റുകളുണ്ട് മലയാളത്തിൽ. ആ ഹിറ്റിൻ്റെ കൂട്ടത്തിൽ ഇതും പെടുത്തട്ടെന്നാണ് നമ്മുടെ പ്രാർത്ഥന. കറക്റ്റ്. അപ്പോൾ ഇത്രയും ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലോ. അതിൻ്റെ കൂടുതൽ അത് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ എല്ലാം ഫാസ്റ്റ് ആക്ഷൻ എല്ലാം റൊമാൻറ്റിക് ഈ ഹ്യൂമറായാലും ശരി എല്ലാം അണ്ടർസ്റ്റാൻഡ് കണ്ടുക പോവുക അങ്ങനൊരു ഇതാണ്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ട്രാക്കിൽ ഓടുന്ന സമയത്ത് ഇങ്ങനെ ചിത്രത്തിൽ എത്രത്തോളം പ്രാധാന്യം ഈ സിനിമ ജനങ്ങൾ വിധി എഴുതട്ടല്ലേ? 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് ഇതുവരെയുള്ള പ്രതീക്ഷ. നമ്മളിപ്പോൾ എല്ലാ സിനിമയും നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ ജനങ്ങൾ സ്വീകരിക്കുന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തിലാണ് ഇതിൻ്റെ സംവിധായകൻ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രൂ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 5-8 ദിവസം കഴിഞ്ഞ് വിവരം അറിയാം. നന്നായി വരട്ടെ. ചേട്ടനെ സംബന്ധിച്ച് ഒരു സിനിമയിൽ നമ്മൾ ഒരു പണ്ടത്തെ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ ഒരു നാടായാലും നാട്ടുകാരായാലും എല്ലാം ഫുള്ള് കാണിക്കാനും ഓരോ കഥാപാത്രമായാലും ഇപ്പോൾ ഇന്ന് നന്മകൾ 98 താറാവ് അങ്ങനത്തെ ചിത്രങ്ങൾക്ക് നോക്കി തന്നെ അറിയാം. ആ നാട്ടുകാരും എല്ലാവരും നമ്മൾ മനസ്സിലാക്കാം. ഓരോ ഫ്രെയിമായാലും ശരി, ഓരോ കഥാപാത്രത്തിന് അതിന് പ്രാധാന്യമുണ്ട്. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുണ്ട് ഞാൻ കഥാപാത്രങ്ങൾ മാത്രം ചുരുങ്ങി നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത്രയും സിനിമകൾ അഭിനയിച്ചൊരു എക്സ്പീരിയൻസ് ആക്ടർ അല്ല, 2 ടൈപ്പ് എല്ലാ ടൈപ്പ് സിനിമകളും വരും എല്ലാ കാലഘട്ടത്തിലും. ഒരുപാട് കഥാപാത്രങ്ങളുള്ള സിനിമ. ഒരു കാലഘട്ടത്തിൽ IV ശശിയേട്ടൻ്റെ ഒക്കെ പടങ്ങൾ ഒരു ചുരുങ്ങിയതൊരു 50 ക്യാരക്ടേഴ്സ് ഉണ്ടാവും, ഏറ്റവും ചുരുങ്ങിയത്. ആ ടൈപ്പ് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും ട്രെൻഡുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഒരു രാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനോടുള്ള പാലായിട്ട് എത്ര സിനിമകൾ കുറേ വിജയിച്ചു, കുറേ മാറി. സിനിമയ്ക്കൊരു ട്രെൻഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ കാലത്തും ഒരു ഹിറ്റ് വന്നാൽ ആ ഹിറ്റിൻ്റെ പുറകെ പോകുന്നത് സ്വാഭാവികമായിട്ട് പോകും. അതൊക്കെ തന്നെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളുടെ അവരാണ് തിയേറ്ററിൽ പോണത്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കൊടുത്താൽ അവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അല്ലേ? ഫാമിലിയിൽ കൂടുതലും പോകണമെന്ന് എനിക്കുണ്ട്. ഇപ്പോൾ ന്യൂജൻ പിള്ളേരാണ്. അപ്പോൾ ഇതിലും ന്യൂജൻ്റെ ഒരു പ്രധാന ഇതാണ് പ്രണയം ബേസ്ഡായതുകൊണ്ട് നിങ്ങളൊക്കെ പോയി ആദ്യം തന്നെ കാണും. അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം കാണാൻ അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം കാണണം. കാരണം പ്രണയിനികൾക്കും കാണണമെന്നാണ് കാരണം ഇപ്പോഴത്തെ പ്രണയത്തിൽ നിന്ന് വ്യത്യസ്തമായ പ്രണയമായിരുന്നു അന്ന്. അതിൻ്റെ രീതി കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ സമൂഹത്തിലുള്ള മൊത്തത്തിലുള്ള രീതി
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിനൊരു ചിലപ്പോൾ ഒരു പുതുമ ഉണ്ടാവും അത് കാണുമ്പോൾ അല്ലേ? അതെ, കറക്റ്റ് ഇപ്പോഴത്തെ തലമുറ കറക്റ്റ്. നമ്മൾ കാണാത്തൊരു സംഭവം കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ സിനിമയിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം, ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെടുന്നത്. നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കും, ഇത് അങ്ങനെ സംഭവിക്കും, ഉറപ്പാണ്, അങ്ങനെ സംഭവിച്ച പിന്നെ ഒരു താല്പര്യമില്ല കറക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇത് നിങ്ങൾ കാണാത്ത ഒരു കാര്യമാണ്. 70s പ്രണയം ധൈര്യമായിട്ട് പോയി കാണുക. ധൈര്യമായിട്ടും നമ്മൾ കൊടുക്കുന്ന കാശിന് 100% മുതലാകുന്ന ഒരു സിനിമയായിരിക്കും അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗമെന്ന് നല്ല ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും കാണണം. തീർച്ചയായും അടിയന്തരാവസ്ഥ കാലത്ത് അതിനകം വലിയൊരു വിജയമായിട്ടാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. ആദ്യം തന്നെ പോയി കാണണം കേട്ടോ. ആദ്യം തന്നെ അതിലുപരി നല്ല പാട്ടുകളുണ്ട്, നല്ല കഥയാണ്, നല്ല അടി ഉണ്ട്. അടിക്ക് ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. അപ്പോൾ ഇത്ര സമയം ഞങ്ങൾക്ക് എന്തായാലും താങ്ക് യു. ഓക്കെ, താങ്ക് യു.